ഹായ് സുഹൃത്തുക്കളെ, എല്ലാവരെയും yespees ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അതായത് സന്തോഷം തന്നെയാണ്, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളെ സബ്സ്ക്രൈബർ കുടുംബത്തിലെ ഒരു വ്യക്തി, അതായത് ഇവിടുന്ന് ഒരു 200 കിലോമീറ്ററിൻ്റെ അടുത്തുനിന്ന് ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്നു. കാരണം വെച്ചാൽ അയാൾ കൈറ്റിസ് കൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കി ശരിയാവുന്നില്ല. അപ്പം അവർ അത് എടുത്തുകൊണ്ട് ഇത്രയും റിസ്ക് എടുത്ത് എൻ്റെ അടുത്തേക്ക് വന്ന് പഠിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആ വ്യക്തിയെ പരിചയപ്പെടാം. നൗഫൽ, മലപ്പുറം തിരൂർ ചമ്പ്രോട്ടം പാലം. ചമ്പ്രോട്ടം പാലത്തിന് പുറത്തൂരാണ് പ്രോപ്പർ സ്ഥലം. ചമ്പ്രോട്ടം പാലത്തിന്റെ അവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ. അപ്പം മലപ്പുറത്തുനിന്ന് വന്ന നൗഫലിനെ ആദ്യം ഞാൻ yespees ചാനലിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട്ടിലേക്ക്. വെൽക്കം. പിന്നെ എന്താണ് ഇതിന്റെ ഇത്രയും റിസ്ക് എടുത്തിട്ട് വരാൻ? ഈ ഡിസൈന് ഒന്നാമത് നല്ല ഇഷ്ടപ്പെട്ടു വീട്ടിലും. പിന്നെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏത് കടയിൽ പോയാലും പോലും ഈ സാധനം കിട്ടാൻ വഴിയില്ല. പിന്നെ ഇത് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വട്ടം ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒന്ന് ശരിയാവുമ്പോൾ ഒന്ന് ശരിയാവുന്നില്ല. കൂടുതലും മെക്കാനിസം ആണ് ഇതിമ്മ കളി. വെയിറ്റ്, അതേപോലെ തന്നെ കൂടുതലും നിങ്ങളെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് വട്ടം ഞാൻ പലതരം വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഈ സാധനത്തിന്മ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നിങ്ങളോട് മെസ്സേജ് അയച്ചാൽ പോലും അതിന് റിപ്ലൈ തരുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഡയറക്റ്റ് വന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാന്നുള്ള നിലക്ക് സാധനം കൊണ്ടുവന്നത്. ഇത് CNC കട്ട് ചെയ്തത് അല്ലേ? അതെ. CNC MDF സാധനം കട്ട് ചെയ്തത്. അതെ. ഓക്കെ. അപ്പൊ ഇതിന്റെ കുറച്ച് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. അത് നിങ്ങൾ തീർത്തു തരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. വളരെ സന്തോഷം. ഞാൻ എന്തായാലും ഇത് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും. പിന്നെ അപ്പോൾ ഒന്നിച്ച് കൂടെയുള്ള ആരെ ഒന്ന് നമുക്ക് വിളിക്കാം അല്ലേ? അതെ. നമ്മൾ അളിയനാണ്. അതെ. വൈഫിന്റെ ആങ്ങള. എന്താ പേര്? ഇഷ്ഫാഖ്. എന്താ ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രിക്കൽ ഷോപ്പിലാ. റൈഡറാന്നല്ലേ? അത് ഞാൻ നിങ്ങള് വണ്ടി എടുത്ത് വരുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഓക്കെ. പിന്നെ ഞങ്ങൾ പുലർച്ചെ അവിടുന്ന് പുറപ്പെട്ടു. ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ട് പുറപ്പെട്ടു. ഏകദേശം 9:30 മണി. മഴയില്ലാത്തതിനെ കൊണ്ട് കറക്റ്റ് ടൈമിനെത്തി. പിന്നെ നിങ്ങളെ വിലപ്പെട്ട ടൈം നമുക്ക് തന്നതിന് ബിഗ് താങ്ക്സ് ചോദിക്കുകയാണ്. കട്ടാക്കി. ഞാൻ ഡേവിഡ് സി റോയ് എന്ന് പറഞ്ഞുള്ള ഒരു യൂട്യൂബ് ചാനലിലെ ആളെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയത്. ഒരുപാട് വീഡിയോസ് നമ്മളെ കേരളത്തിലായാലും ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ മെക്കാനിസത്തെ പറ്റിയിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലാണ് ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിരന്തരം മെസ്സേജ് അയച്ചിട്ടും അതേപോലെ തന്നെ yespees ചാനലിൻ്റെ മറ്റേ ഇൻസ്റ്റഗ്രാം ID, ഫേസ്ബുക്ക് ID എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് തപ്പിയിട്ട് നിങ്ങൾക്ക് മെയിൽ അയച്ചിട്ട് നമ്പർ എടുത്തത്. അപ്പോൾ നിങ്ങൾ നമ്പർ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അന്ന് തന്നെ നിങ്ങൾ വിളിക്കും ചെയ്ത്. അതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ ആൾക്ക് പരാതിയുണ്ട്, മെയിൽ ചെയ്ത് വിളിക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് എന്തായാലും തിരിച്ചു വിളിക്കും. നിങ്ങളായാലും ഞാൻ തിരിച്ചു വിളിക്കും. അത് എനക്കും വർക്കുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ സമയം മൂപ്പരെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് കണ്ട ആളാണ്. കൂടുതൽ ടൈം മൂപ്പർക്ക് വർക്കാണുള്ളത്. ഇന്നും സത്യം പറയുകയാണെങ്കിൽ കാണാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും വരുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പം എനിക്ക് തന്ന ടൈം കുറച്ച് ടൈമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് വലിച്ച് നീട്ടിയതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. മൂപ്പര് ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മൂപ്പര് സെറ്റ് ചെയ്തിട്ട് എനിക്ക് വിളിച്ച് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നൗഫൽ കൊണ്ടുവന്ന കൈറ്റിസ് കൾച്ചറാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ കൊണ്ടുവന്ന ത്രെഡ് ടൈപ്പ് ബോൾട്ടാണ്. അത് ഇതിൽ
ടൈറ്റല്ല, ഒരുപാട് ഓവലാണ് ഇതുള്ളത്. അതുകൊണ്ട് കറങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ തന്നെ മെക്കാനിസം എന്ന് പറയുന്നത്, മെക്കാനിസത്തിന് ഇത് ഞാനിപ്പോൾ ഫിറ്റാക്കിയതാണ്. വൺ സൈഡ് മാത്രമേ ബെയറിംഗ് ഉള്ളൂ. 2 സൈഡും ബെയറിംഗ് ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കറങ്ങും, നല്ല ക്ലിയർ ആയിട്ട് കറങ്ങാൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. 2 സൈഡും ബെയറിംഗ് ഇട്ടിട്ടുണ്ട്. ഈ ബോൾട്ടിന് പകരം 62.00 ബെയറിംഗ് ആയത്. അപ്പോൾ അതിന് ഇപ്പോൾ കണക്കായ 10 mm ഹാഫ് ത്രെഡ് ബോൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലിയറാണ്. അപ്പോൾ നമുക്കിനി ഇത് ഫിറ്റാക്കി നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.